ഫ്രണ്ട്സ്, ഞാനാവണി. ഞാൻ ഇന്നൊരു വീഡിയോ ചെയ്യാൻ പോകുന്നത് അതിനകത്ത് ഞാനൊരു പാത്രത്തിലേക്ക് രണ്ട് കോരി മൈദ ഇട്ട് വെള്ളമാക്കി കുഴച്ച് മൂടി വെച്ചു. പിന്നെ ഒരു കപ്പിലേക്ക് കുറച്ച് ഓയിലാക്കി ഒരു തുണി എടുത്ത് അതിലേക്ക് കുത്തി ആ വെള്ളം പോക്കി. ഓയിൽ മറ്റു ഇതൊക്കെ സ്ക്രബ്ബറൊക്കെ ഇല്ലേ, ആ രണ്ട് മൂന്ന് ഭാഗത്തേക്കൊക്കെ തേച്ചെടുത്ത് വെച്ചു. നമ്മുടെ പാത്രം കുഴച്ച് അയ്യോ അത് പൊടിയായിപ്പോയി, സാരമില്ല, അങ്ങനെ മതി. ഇപ്പോൾ നമുക്ക് വെളിച്ചെണ്ണ ആക്കി വെച്ച കപ്പിലേക്ക് അത് വരും. നല്ല വെള്ളം ഉണ്ടെങ്കിൽ അത് വീട്ടും, രണ്ട് നല്ല ഇട്ടാൽ മതി. ഏറ്റവും നല്ല കേട്ടോ, ഏറ്റവും നല്ലോണം മല്ലിയാണ് വേണ്ടത്. ഇനി ഇതൊന്ന് തുടയ്ക്കാനായി പേപ്പർ എടുക്കാൻ പോകും. ഇനി പേപ്പർ എടുത്ത് ഞാൻ തുടച്ചിട്ട് പേപ്പർ ചുണ്ടപ്പോൾ അതാണ് കീറിപ്പം ചുണ്ടിച്ച് കീറിയെടുത്തതാണ് ഞാൻ. അപ്പം അതാണ് പിന്നെ നിങ്ങൾ പാമ്പാണ് വിചാരിക്കുന്നത് കേട്ടോ. പാമ്പില്ല, എനിക്കൊരു വളർത്ത് മൃഗങ്ങൾ പോലുമില്ല. പക്ഷേ എടുക്കുന്നുണ്ട് എനിക്ക് വളർത്തുക ചെയ്യാൻ. അടുത്ത മൃഗങ്ങൾ എന്നെ വളർത്തേണ്ടതൊക്കെ ഒക്കെ ഉണ്ട്. കുഴച്ചെടുത്ത മൈദപ്പൊടി കപ്പിലേക്ക് ആക്കിയെടുത്ത് നല്ലോണം ഇളക്കിയെടുക്കുക. ഭയങ്കര അങ്ങനെ കുഴച്ച് മൈദക്ക് കുഴച്ചെടുത്തു. ഇങ്ങനെ കുഴച്ചെടുത്തു. പെട്ടിയിലേക്ക് ഇടാം. ഇതൊന്ന് ഫ്രിഡ്ജിൽ വെക്കാം. ഫ്രിഡ്ജ് ഇവിടെയാണ്, അപ്പോൾ നമുക്ക് ഫ്രിഡ്ജ് വെച്ച് തരാം. പിന്നെ ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് വന്നു. നമ്മൾ ഇവിടെ ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ പോവാം. ക്ലീൻ ചെയ്യാൻ തുണി എടുത്ത് ആദ്യം ഇവിടെയൊക്കെ സാധനങ്ങളൊക്കെ ഒന്ന് ഒതുക്കി വെക്കട്ടെ, എന്നാലേ ക്ലീൻ ചെയ്യാൻ ഒരു ഇതുണ്ടാവുള്ളൂ, വൃത്തി ഉണ്ടാവുള്ളൂ. എനിക്ക് തോന്നി ഐസ്ക്രീം ബോൾസ് ഉണ്ടായതുകൊണ്ട് കുഴപ്പമാണ്. അപ്പോൾ ഐസ്ക്രീം ബോൾസൊക്കെ നമുക്കൊരു സാധനത്തിലാക്കിയിടാം. ഐസ്ക്രീം ബോൾസ് 3 ഒരു പെട്ടിയിലാക്കി. ഇനി നമ്മൾക്ക് നമ്മുടെ ഇവിടെയൊക്കെ ക്ലീൻ ചെയ്യാൻ കഴിഞ്ഞിട്ട് നമ്മൾ മൈദപ്പൊടി ഫ്രിഡ്ജിൻ്റെ ഉള്ളിലേക്ക് വെക്കാം. ഇനി 3 ബോൾസ് ഉണ്ട്, ഐസ്ക്രീം ബോൾസ് ഉണ്ട്. ആ സാധനമെല്ലാം ഇനി നമുക്ക് നമ്മുടെ കുഞ്ഞി ടോയില്ലേ, ആ ടോയൊക്കെ മാറ്റി വെക്കാം. ഞാനത് എൻ്റെ ഒരു ഹെഡ്സിലേക്ക് മാറ്റി. നമ്മൾ മറ്റേ പാത്രം ഒക്കെ ഞാൻ ഈ സൈഡിലേക്ക് ആക്കാനാണ് നല്ല വെച്ചത്. കുറച്ച് വെച്ചിട്ടോ അങ്ങനാക്കി നമ്മൾ കണ്ട മൂടില്ലാത്ത 2 ബോള്. ഇത് നമ്മൾ ഇവിടെ ഇങ്ങനെ വെക്കാം. മൂടി രണ്ട് മുട്ട നമുക്ക് ഇത് പാത്രം ഇങ്ങനെ വെക്കാം, ചെരിച്ചിട്ട് കുഴപ്പമില്ല. അപ്പം ഇതൊന്ന് പെട്ടെന്ന് ചെയ്യണം, അല്ലെങ്കിൽ നമ്മുടെ ഫ്രിഡ്ജ് വെച്ചത് ഓർമ്മയുണ്ടാവില്ല. എനിക്ക് അങ്ങനെയൊന്നും ഓർമ്മ ഉണ്ടാവാതെ അപ്പോൾ ഇങ്ങനെ പണിയൊക്കെ ചെയ്യുന്നതിൻ്റെ പണി ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ
ചെയ്ത് കഴിയാനായി. കിച്ചൺ സെറ്റാണ് കഴിഞ്ഞത്. ഡോക്ടർ ഉണ്ട് കുറച്ചില്ല വെള്ളത്തിൻ്റെ നമ്മളെ ഒന്ന് തുടയ്ക്കുന്ന തുണി എടുത്തു തരാം. ചേട്ടാ ഇത് പീസാക്കാം. പീസാക്കി തുടച്ചു. ഞങ്ങൾക്കൊരു പാത്രം ഇത് ബാക്കിയുണ്ട്, അതൊന്നും തുടച്ചു. അങ്ങനെ ഞാൻ കുറച്ചൊക്കെ തുടച്ച് കഴിഞ്ഞു. ഇനി നമ്മള് ഡോക്ടേഴ്സ് വെച്ച് അപ്പുറത്തേക്ക് ആക്കാൻ പോവാണ്. സോറി, ഞാൻ ഇങ്ങനത്തെ ഇതൊക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെ പാട്ട് പാടാറുണ്ട്. അപ്പം പാടിപ്പോയിരുന്നു, സോറി. നമുക്ക് ഗ്യാസില്ല ഇത് ഫ്രിഡ്ജ് വെച്ച് സാധനമില്ലേ, മറന്നു പോയോ? ഗ്യാസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറ്റിക്കാൻ വേണ്ടി പറഞ്ഞിട്ടോ. നല്ല പൊടി ഈ പൊടി ഒന്ന് കുലുക്കിട്ടോ. കുലുക്കി സർവത്ത് കിട്ടിയില്ലേ? കുലുക്കി സർവത്ത് തന്നെ വളരെ ഒന്ന് കുലുക്കിട്ടോ. കുലുക്കി സർവത്ത് വെറുതെ പറഞ്ഞതാ. തണുത്തിട്ട് പോലുമില്ല. അതുകൊണ്ട് നമ്മൾ ഇതൊന്നും കൂടെ ഫ്രിഡ്ജ് വെക്കാം. അതിൻ്റെ ഇടയിൽ നമുക്ക് ഒരു സാധനം എടുത്തുണ്ടാക്കിയാലോ? ക്ലീൻ ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഒരു പാത്രം തെറിച്ച് വന്നത് കേട്ടോ. ആ പാത്രത്തിൽ ഞാൻ മൈദപ്പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു, അപ്പോൾ തെറിച്ച് വരുന്നു. ഈ കടയിലേക്ക് അപ്പോൾ ഒന്നുമില്ല. അപ്പോൾ ബാക്കിലേക്ക് വന്നിട്ട് നേരത്തെ പറന്നെടുക്കും. അത് ഞാൻ വീഡിയോ കാണിച്ച് ചെയ്തോളാം. ഉണ്ടാക്കി കഴിഞ്ഞു സൂപ്പ്. അതൊന്നും മൂടി വെക്കാം. നമ്മുടെ കുലുക്കി സർവത്ത് റെഡി ആയിണ്ടാവുക. കുലുക്കി സർവത്ത് ഇല്ല, അപ്പോൾ വെച്ചിട്ടല്ലേ ഉണ്ടാവുള്ളൂ. അത് അയ്യോ, ഞാൻ ഓണാകാൻ മറന്നുപോയി സ്വിച്ച്. ഇപ്പോഴാണ് ഈ 5 മിനിറ്റ് കഴിഞ്ഞാൽ അത് റെഡി ആവുള്ളൂ കൂട്ടുകാരെ. അതുകൊണ്ട് നമുക്കൊന്ന് കുഞ്ഞ് ബ്രേക്ക് എടുക്കാം. ഹായ്, ഞാൻ ബ്രേക്ക് എടുത്ത് വന്നപ്പോഴേക്കും നമ്മുടെ ഒരു സാധനം എനിക്ക് കിട്ടി. ഇത് നമുക്കൊരു സാധനം ഉണ്ടാക്കിയത് വലുത് കിട്ടി. വലുതും ചെറുതും നമുക്ക് അതിനൊരു സാധനം ഉണ്ടാക്കണം. വലുതുകൊണ്ടാണ് ഉണ്ടാക്കുന്നത്. വലുതുകൊണ്ട് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ വലിയ പ്ലേറ്റ്സ് എടുത്തിട്ടുണ്ട്. പ്ലേറ്റ് വലുതെടുത്ത് വെച്ചു. നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ മൈദപ്പൊടി അതിലേക്ക് ഇടുക. ഞാൻ സ്പൂൺ എടുക്കുന്നുണ്ട്. അതിനൊക്കെ പറ്റില്ല. പൂരി എടുത്തത് അപ്പൊ ഇതായിരുന്നു തുറന്നു പോയതല്ലേ. ഇത് ഞാൻ തുറന്നു പോകും. അതെന്താണെന്ന് എനിക്കറിയില്ല. ഞാൻ കൊടുക്കാൻ കഴിയും.
അപ്പൊ ഞാൻ വിചാരിച്ചു ഇത് കൊടുക്കുന്ന സാധനമാണ്. കൊടുക്കുന്ന സാധനമായപ്പോ എനിക്ക് സന്തോഷമായി. കൊടുക്കുന്ന സാധനമായപ്പോ ഞാൻ വിചാരിച്ചു ഇത് കൊടുക്കുന്ന സാധനം അല്ലല്ലോ വിചാരിച്ചു. അപ്പൊ നോക്കുമ്പോ അതാ കൊടുക്കുന്ന സാധനം. ആ വട്ടത്തിലേക്ക് ഞാൻ മൈദപ്പൊടി ഇട്ടിട്ടോ പ്ലേറ്റ് വെച്ചിട്ട്. പെട്ടെന്ന് പറഞ്ഞാൽ നമ്മള് സംസാരിച്ചില്ലേ, അപ്പൊ പെട്ടെന്ന് പറഞ്ഞതാണ്. ആദ്യം പെട്ടെന്ന് പറഞ്ഞു അതും അങ്ങനെ തന്നെ കേട്ടോ. ഞാൻ അപ്പൊ പറഞ്ഞ വഴി തന്നെ ഞങ്ങൾക്ക് നിന്ന് പാത്രം. ഹായ്, നല്ല രസമുണ്ട്. ആൾക്ക് കൊണ്ടു കൊടുത്തു വരെ. നമുക്ക് ഒന്നും കൂടെ ഉണ്ടാക്കാം. അത് രസമില്ലാന്ന് പറഞ്ഞു കസ്റ്റമർ. ഇതൊന്നും കൂടെ വെക്കാം, ഒന്നും കൂടെ കസ്റ്റമർക്ക് ഉണ്ടാക്കി കൊടുക്കാം. ഞാൻ തോന്നിയെടുത്തു എടുത്തിട്ട് നോക്കട്ടോ. മതിലെ പതുക്കെ ചെയ്യണം, അല്ലെങ്കിൽ കേടായിപ്പോ. ഇനി നമുക്ക് രണ്ടെണ്ണം കൂടി കസ്റ്റമർക്ക് കൊടുക്കാം. ഇപ്പൊ ഒന്നും കൂടെ ഉണ്ടാക്കണ്ടേ, ഒന്നും കൂടെ നമുക്ക് ഉണ്ടാക്കിയിട്ട് കസ്റ്റമർക്ക് കൊടുക്കാം. ഞാൻ ചെറുത് വെക്കട്ടെ. ചെറുത് നന്നാവോന്ന് അറിയില്ല, എന്നാലും ചെയ്യാം. ഇതെല്ലാം പത്രത്തിലായപ്പോ ചെറുതായതുകൊണ്ട് ഞാൻ നന്നാവൂല. അയ്യോ, ചെറുത് നന്നായില്ല. നമുക്ക് വെളിയിൽ തന്നെ ചെയ്ത് കൊടുക്കാം. ഇത് നമ്മൾ ചെയ്തില്ല ഒന്ന്, അത് മതിന്ന് ഒന്ന് മതി. രണ്ടെണ്ണം വേണ്ടാന്ന് കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ഒന്ന് മതിന്ന് പറഞ്ഞു. പറഞ്ഞപ്പോൾ പിന്നെ വേണ്ടാന്ന് വെച്ചു. കസ്റ്റമർക്ക് ഒരു സർപ്രൈസ് ആയി കൊടുക്കാം. കസ്റ്റമർ വിചാരിച്ചിട്ടുണ്ടാവും ഉണ്ടാക്കാൻ കഴിയില്ലാന്ന്. നമുക്ക് കസ്റ്റമർക്ക് കൊണ്ടുപോയി കൊടുക്കാൻ വേണ്ടി കസ്റ്റമർ എവിടെയാക്കില്ല. നമുക്കൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അതൊരു അടുപ്പിലേക്ക് സ്വിച്ച് വെക്കാം. സ്വിച്ചിലായാൽ പെട്ടെന്ന് റെഡി ആക്കും. അതും സൂപ്പും റെഡി. ഫ്രണ്ട്സ്, ഞാൻ ആവണിയാണ്, നിങ്ങൾക്ക് മനസ്സിലായി. എൻ്റെ ഞാൻ കാണുന്നത് കൊച്ചു ടി വിയാണ്. തിയ അതിക്ക് 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 അത് വെറുതെ പറഞ്ഞു കേട്ടോ. ഒന്ന് അതൊക്കെ കാണുമ്പോൾ എൻ്റെ പേരൊക്കെ നോക്കിയപ്പോൾ അപ്പോൾ രാവിലെ വന്നു പോയാണ് കളിക്കുമ്പോൾ ഓർമ്മ. അപ്പോൾ ഒന്ന് പറഞ്ഞു കേട്ടോ, സാരമില്ല. നമ്മുടെ അത് നമുക്ക് ഇനി വേറെ സാധനം ഉണ്ടാക്കാണ്ടിരുന്ന നിങ്ങൾക്ക് എന്താന്ന് മനസ്സിലാവുമോ എനിക്കറിയില്ല. പക്ഷെ വീഡിയോയിൽ തന്നെ ഞാനത് ചെയ്തെടുക്കാം. പക്ഷെ അങ്ങനെയായിട്ട് ഞാൻ എൻ്റെ മൂടിയെടുക്കാണ്. പ്രശ്നമല്ല, മൂടിയെടുത്തു. മൂടിയിലേക്ക് അതൊന്ന് മൂടി വെച്ചാലോ.
അപ്പം കപ്പ് തുടയ്ക്കണം. കപ്പ് വേണം. ഒന്നും കൂടെ ഉണ്ടാക്കി കൊടുക്കാൻ പറഞ്ഞിട്ട് കപ്പ് വേണം. അപ്പം ഒന്ന് കഴുകി നോക്കാം. ഉണ്ടോ? വെള്ളം തെറ്റിച്ചു. അങ്ങനെയൊക്കെ വേഗം വരും. അങ്ങനെയൊക്കെ ചെയ്തു കപ്പ് മാറ്റിക്കാം. ഈ സാധനത്തിലാണ് പ്രേക്ഷകർക്കും കുട്ടികൾക്കും ഇഷ്ടമാകുന്ന വീഡിയോയാണ് ഇത്. പ്രേക്ഷകർ ഇത് മാത്രം കണ്ടാൽ മതി പറയും. ചിലപ്പോൾ പ്രേക്ഷകർ എനിക്ക് പറയാൻ കഴിയുന്നില്ല. ട്രാക്ടർഹി എന്നൊക്കെ പറയാണ്. പ്രാക്രോഹി എന്ന് പറയും. പ്രാക്രോം തവള കഴിയുന്ന ഒച്ചില്ലേ, അത് പറയാം. പ്രാക്രോമി എന്നൊക്കെ പറയുന്നത്. അതുകൊണ്ട് സുഖം. നമ്മൾ ഡോക്ടർ സെറ്റിൻ്റെ സെറ്റിലേക്ക് ഇന്ന് തന്നെ ഞാൻ ആ വീഡിയോ എടുക്കുന്നതാണ്. നമ്മൾ കസ്റ്റമർക്ക് കൊടുക്കുന്നതൊക്കെ കഴിഞ്ഞിട്ടോ. ബൈ.